എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ വീഡിയോയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. എല്ലാവരും ഒന്ന് ഓടി വരണം കേട്ടോ. ഇന്നൊരു പ്രധാനപ്പെട്ട കാർട്ടൂണാണ് ഇന്ന് ഉള്ളത്. അതായത് നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ പരസ്പരം ചൊറിയുന്നതും മറ്റേ നക്കിക്കൊടുക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരെണ്ണം, അതായത് വെള്ളാപ്പള്ളിയും പിണറായിയുമാണ് നമ്മുടെ പരാമർശ വിഷയം. ഇന്നലെ വെള്ളാപ്പള്ളിയെ, ഇതിനു മുമ്പ് വെള്ളാപ്പള്ളിയുടെ കാണിച്ചുകുളങ്ങരെ പോയി വെള്ളാപ്പള്ളിയുടെ ക്ഷേത്രത്തിന് ഏകദേശം എത്രയോ കോടി രൂപയൊക്കെ അനുവദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പുള്ളിയെ സോപ്പിടാനായിട്ട്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ചേർത്തല ഒരു നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പിണറായി ഇങ്ങനെയൊക്കെ പറയുന്നത്. അതായത് പണ്ടൊരു സിനിമാ പാട്ടിലെ വഴികളില്ലേ, ഈ വക ആണുങ്ങൾ ഭൂമിയിലുണ്ടോ, അപ്പോൾ ഉണ്ടായിരിക്കാം എന്ന് പറയുന്ന കണക്കാണ്. ഈ വക ആണുങ്ങൾ ഭൂമിയിലുണ്ടോ എന്ന് പുള്ളി ചോദിക്കണം. ഇത്രയും തങ്കപ്പെട്ട ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ട്. ഇപ്പോൾ പിണറായിയെ പറ്റി എത്രയോ മോശമായിട്ട് ഇദ്ദേഹം പിന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇദ്ദേഹം മറ്റേ മതവർഗീയ ശക്തികളുടെ ആളുകളാണെന്നും ഈ SNDP എന്ന മഹാപ്രസ്ഥാനത്തിനെ ഈ BJPയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ ശ്രമിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ പരിപാടിക്കകത്ത് രണ്ടുപേരും അങ്ങ് പരസ്പരം അങ്ങ് നക്കി തുറച്ച് തോർത്തി വെച്ചിരിക്കുകയാണ്. ഇതുപോലെ വെള്ളപൂശുന്ന രണ്ട് പിണറായിക്ക് ഇനി മൂന്നാം തവണയും അധികാരം കിട്ടി മുഖ്യമന്ത്രി ആകട്ടെ എന്ന് പിണറായി വെള്ളാപ്പള്ളി നടേശൻ ആശംസിക്കുന്നു. വെള്ളാപ്പള്ളിയുടെ പരാമർശം മതത്തിനെതിരാണെന്ന് തെറ്റായി പ്രചരിപ്പിച്ചാണ് മാധ്യമങ്ങൾ. അങ്ങനെയൊന്നും അല്ലായിരുന്നില്ല, അയാൾ അങ്ങനെ ആളല്ല, അങ്ങനെ അല്ല, തങ്കപ്പെട്ട മനുഷ്യനാണ്, നീ പൊന്നപ്പനല്ലടാ തങ്കപ്പനാന്ന് മറ്റേ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ. പിണറായി അവസാനം പിണറായി അല്ല പിന്നെ വെള്ളാപ്പള്ളി സരസ്വതി കടാക്ഷം കിട്ടിയ ആളാന്ന് പോലും പിണറായി പറഞ്ഞു വെച്ചു. ഇത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ഈ സരസ്വതിക്ക് പോലും ദേഷ്യം വന്ന് കാണത്തില്ലേ? സരസ്വതി വികട സരസ്വതിയാണ് അയാളുടെ നാക്കിൽ മിക്കവാറും ഉണ്ടാകാറ്. അയാളെയാണ് ഇങ്ങനെ പുകഴ്ത്തുന്നത്. അപ്പോൾ ഈ വാർത്ത കേട്ടപ്പോഴത്തേക്കും ഞാൻ പാവിയോട് പാവി ശിവനോട് ചേർന്നാൽ ശിവനും പാവിയായിട്ടെന്ന് പറയണം. ഇതിപ്പോൾ രണ്ട് പാവികൾ ഒന്നിച്ച് ചേർന്നു, അതാണ് അവസ്ഥ. അപ്പോൾ ഈ വാർത്ത വെച്ചിട്ട്, അതായത് പിണറായിയെ പൊഴുത്തി വെള്ളാപ്പള്ളിയെ പൊഴുത്തി പിണറായി, ഇങ്ങനെ രണ്ടുപേരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളപൂശുമായിരുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു കാർട്ടൂണാണ് ഞാൻ ഇന്നിപ്പോൾ വരച്ചിരിക്കുന്നത്. അതായത് ഈ പിണറായി വെള്ളാപ്പള്ളി സരസ്വതി കടാക്ഷം കിട്ടിയ ആളാണെന്ന് പിണറായിയുടെ ഈ വായ്ത്താരി കേട്ടപ്പോൾ ഈ സരസ്വതി ദേവിക്കുണ്ടായ ഒരു ഭാവമാറ്റമാണ് നമ്മളിതിനകത്ത് ആവിഷ്കരിക്കുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം ഈ കാർട്ടൂണിലേക്ക്. എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വെതറി ഇതൊരു നല്ല മഹാസംഭവമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വരയിലോട്ട് കടക്കാം. ഇതാണ് ആ വാർത്തയുടെ ഇന്നത്തെ പത്രത്തിൽ വന്ന പടം. ഇതാണ് രണ്ടുപേരും കൂടെ കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വെള്ളാപ്പള്ളിയുടെ പരാമർശം ഒരു മതത്തിനെതിരാണെന്ന് തെറ്റായി പ്രചരിപ്പിച്ചെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറിയായി 30 വർഷം പൂർത്തിയാക്കുന്ന വെള്ളാപ്പള്ളിക്ക് ചേർത്തലയിൽ സ്വീകരണം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. അപ്പം വെള്ളാപ്പള്ളി സരസ്വതി കടാക്ഷം കിട്ടിയ ആളാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സരസ്വതി ദേവിക്ക് ഇരിക്കപ്പുറതയില്ലാതായി. സരസ്വതി സാധാരണത്തിൽ സാത്വികയും ഒരു ക്ഷമാശീലയും ഒക്കെയാണ്. താമരപ്പൂവിലാണ് സരസ്വതി ദേവി ഇരിക്കുന്നത്. പക്ഷേ ഏതൊരാൾക്കും ക്ഷമയ്ക്ക് ഒരു പരിധിയില്ലേ? ആ ക്ഷമയുടെ പരിധി വിട്ടപ്പോഴത്തേക്കും സരസ്വതി ദേവി ഇറങ്ങി ഇദ്ദേഹത്തിൻ്റെ പുറകെ ഓടുകയാണ്. സരസ്വതി ദേവിയായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം കൊണ്ട്, ഈ സരസ്വതി ദേവിയുടെ ഒരു അടയാളം എന്ന് പറഞ്ഞാൽ വീണയാണ്. വീണയായിട്ടാണ് സരസ്വതി ദേവി താമരപ്പൂവിൽ ഇരിക്കുന്നത്. അപ്പോൾ ഈ വീണയെ കൊണ്ടുണ്ടാകുന്ന പേരുദോഷം ചില്ലറയല്ല. ഈ വീണ എന്നുള്ള സംഗീത ഉപകരണത്തിനെ പോലും പേരുദോഷകരമായ ഒരു ഇതാക്കി മാറ്റിയതിൽ പിണറായിക്ക് ഒരു വലിയ പങ്കുണ്ട്. അപ്പോൾ അതിൻ്റെ രോഷം കൂടെ ഈ സരസ്വതി ദേവിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അതാണ് സരസ്വതി ദേവി ഇത്രയും പ്രവോക്കായത്. ഈയിടെയായിട്ട് ഈ CPMകാർക്കൊരു ദേവന്മാരോടൊരു പ്രത്യേക മമത വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ തന്നെ നമ്മുടെ MV ജയരാജൻ പറഞ്ഞത് ദൈവം എന്നൊന്നുണ്ടെങ്കിൽ അത് CPM എന്നാണ്.
പിന്നെ അതിൻ്റെ തലേദിവസം അതിൻ്റെ 2 ദിവസം മുമ്പാണ് ഇവർ പാർട്ടി സമ്മേളനത്തിന് പോയപ്പോഴത്തേക്കും അമ്മയും മോളും കൂടെ മറ്റേ ബൃഹദേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. അങ്ങനെ മറ്റേ ദൈവമായിട്ട് ഭയങ്കര അടുപ്പമാണിപ്പം CPM. ദൈവമായിട്ടൊരു അടുപ്പം അമ്പലങ്ങളിലെ ഉത്സവങ്ങളിലൊക്കെ ഇവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ എല്ലാം കൊണ്ട് ദൈവങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇരിക്കപ്പുറത്ത് ഇല്ലാതായിരിക്കുകയാണ് ഇവരുടെ ശല്യം കാരണം. അപ്പോൾ അതുമെല്ലാം ഈ സരസ്വതിദേവിയുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ സരസ്വതിദേവിക്ക് ഇത്രയും ദേഷ്യം പിടിക്കാൻ വഴിയില്ല. ഇതിൻ്റെ ഫൈനൽ ടച്ച് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ്